പ്രിയപ്പെട്ടവരെ, ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയോ ഒക്കെ ലണ്ടനിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെ വിമാനം കയറിയിട്ട് പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ പരസ്യമായിട്ട് നാണം കെടാൻ വേണ്ടി മാത്രം ഒരാൾ വിമാനം കയറി ലണ്ടനിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു പക്ഷേ ഇവിടെ നിന്ന് വിമാനം കയറി ഇസ്രായേലിലും ലണ്ടനിലൊക്കെ പോയിട്ട് ഇത്രത്തോളം പരസ്യമായിട്ട് നാണം കെടുന്ന ഒരേ ഒരു മലയാളി ഉണ്ടാവുള്ളൂ. അതാണ് ഇയാൾ ആരെന്നറിയില്ല നിങ്ങൾക്ക്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വെറുപ്പ് തിന്നുന്ന ഒരാളുണ്ടല്ലോ. സയനിസ്റ്റുകളുടെ കയ്യിൽ നിന്നും അതേപോലെ സംഘികളുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ട് ഇസ്ലാമിനെ നിരന്തരമായിട്ട് ആക്ഷേപിക്കുന്ന ഒരു ആർപിക് ഹുസൈൻ എന്ന് പറയപ്പെടുന്ന ഒരു ആരിഫ് ഹുസൈൻ, അയാളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നൊരു വീഡിയോ വൈറലായിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അയാൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നു കൊണ്ട്, അടച്ചിട്ട റൂമിലിരുന്നു കൊണ്ട് കോയാ കാളിങ്ങിലൂടെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇങ്ങനെ നിരന്തരം ആക്ഷേപിക്കല്ലേ, ആ ഒരു പരിപാടി ലണ്ടനിലെ തെരുവിൽ നിന്ന് എടുക്കാൻ നോക്കിയതാണ്. അവസാനം നാണം കെട്ട് ഓടി ഒളിക്കേണ്ടി വന്നു അയാൾക്ക്. സംഗതി 12 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. ഞാനത് ചുരുക്കിയിട്ട് 6 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. അതൊന്ന് കാണിക്കാം. അതിനു മുമ്പ് ആ വിഷയം എന്താണെന്ന് പറയാം. കുറച്ച് ദിവസം മുമ്പ് സയനിസ്റ്റുകൾ തന്നെ സ്വീകരിച്ചാനയിക്കുമെന്ന് വിചാരിച്ച് ഇയാൾ ഇസ്രായേലിലേക്ക് വിമാനം കയറിയിരുന്നു. അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നല്ലോ. പക്ഷെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പൂര തെറിയായിരുന്നു. മലയാളികളൊന്നുമല്ല, ഇസ്രായേലുകാർ തന്നെ, അവിടെയുള്ള ജൂതന്മാർ തന്നെ ഇയാളെ പൂര തെറിയായിരുന്നു. ഇയാൾ വിചാരിച്ചത് അവിടെ ചെല്ലുമ്പോൾ ജൂതന്മാരൊക്കെ എന്നെ സ്വീകരിച്ച് ആനയിക്കാനും മുമ്പന്തിയിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചത്. പക്ഷെ കിട്ടിയത് വേറൊന്നാണ്. അങ്ങനെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ലണ്ടനിൽ അതിലും വലിയൊരു നാണക്കേട്. അപ്പോൾ ലണ്ടനിലെ ഒരു തെരുവിൽ അവിടെയുള്ള മുസ്ലിങ്ങളുമായിട്ട് സംവദിക്കാനും അത് വീഡിയോ പകർത്താനും വേണ്ടി വീഡിയോ ക്യാമറയും മൈക്കുമായിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ ചെന്ന് പെട്ടതോ കരിമൂർഖൻ്റെ മുമ്പിലാണ്. അയാളോട് ഈ ആർപിക് ഹുസൈൻ പറയുന്നുണ്ട്, സ്വന്തം മകളെ വിവാഹം ചെയ്യാമെന്ന് ഇസ്ലാം പറയുന്നുണ്ടല്ലോ, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇയാൾ പറഞ്ഞു. സത്യത്തിൽ ഇവിടെ ഈ അടച്ചിട്ട റൂമിലിരുന്ന് ഏതെങ്കിലും സാധാരണക്കാരായ മുസ്ലിങ്ങളോട് പറയുന്ന നുണ പോലെ ഒന്ന് പറഞ്ഞു നോക്കിയതാണ് ഇവിടെ. പക്ഷേ മുമ്പിലുള്ളത് വലിയ കരിമൂർഖനാണെന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ അടച്ചിട്ട റൂമിലിരുന്ന് എന്ത് നുണയും വിളിച്ച് പറയല്ലോ, അത് ഭയങ്കര ഈസിയാണ്. മറുത്ത് പറയാനോ മറുത്തൊന്ന് ചോദിക്കാനോ ആരും സമ്മതിക്കൂല. അയാൾ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കല്ലേ, അതൊന്നും പറയാനും ചോദിക്കാനൊന്നും സമ്മതിക്കൂലല്ലോ. നമ്മളത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. അതേപോലെ ഈസി ആയിരിക്കും ഈ ലണ്ടനിലൊക്കെ തെരുവോരത്ത് പോകുമ്പോൾ. അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് അത്ര വിവരമൊന്നും ഉണ്ടാവില്ലല്ലോ, ഇവിടുത്തെ പോലെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവില്ല, പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് പറഞ്ഞു പറ്റിക്കുക, ഏത് നുണയും അവിടെ വില പോകുന്നു, അങ്ങനെ കരുതിയിട്ടാണ് ഇയാൾ അവിടെ പോണത്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. Point he raised, your Quran says you can sleep with your child. So he claimed the Quran says you can marry your child, right? I want him to now, if you are fair, everyone listening, I want him to pull out the ayah from the Quran, the verse where it says you can marry your child. അപ്പോൾ ആ സഹോദരനെ ഹാർപ്പിക്കിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ കാണിച്ചു തരുമോ എന്നുള്ളത്. അങ്ങനെ ഹാർപ്പിക്ക് എന്ത് ചെയ്ത് മൊബൈലൊക്കെ എടുത്ത് ഇൻ്റർനെറ്റിൽ തപ്പാൻ തുടങ്ങി. പക്ഷെ എത്ര തപ്പിയിട്ടും കിട്ടുന്നില്ല. അയാൾ തപ്പുന്നത് നമുക്കൊന്ന് കാണാമല്ലോ. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also, like the BJP propagandists and all the Zionist scumbags. He's a liar. He's a liar who's ആർപിക്ക് വിചാരിച്ചെന്താണ്, ഇതൊരു സാധാരണക്കാരനല്ലേ, അയാൾക്കിപ്പോൾ കൂടുതൽ വിവരമൊന്നും ഉണ്ടാവില്ല, അപ്പോൾ എന്ത് നുണ പറഞ്ഞാലും അവിടെ ഏൽക്കുമെന്നാണ് ഹാർപ്പിക്ക് വിചാരിച്ചത്. പക്ഷെ ചവിട്ടിയത് കരിമൂർഖനെയാണെന്ന് പിന്നീടാണ് ഹാർപ്പിക്കിന് മനസ്സിലായത്. ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ല എന്ന് അറിയുന്ന അയാൾ ആ ആയത്തൊന്ന് കാണിച്ചു തരുമെന്ന് ചോദിപ്പോൾ അമ്മാരി പെടല് ഹാർപ്പിക്ക് ഇതുവരെ പെട്ടിട്ടില്ല. അതും ലണ്ടനിലൊരു തെരുവിൽ. പാകിസ്ഥാനൊന്നല്ല കേട്ടോ, ലണ്ടനിലാണ്. ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ്, കിട്ടണില്ല. അതിനിടയിൽ അവർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാനത് ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് സ്പീഡ് കൂട്ടിയതാണ്. നാട്ടിൽ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അയാൾ പറയുന്ന പച്ചക്കള്ളവും സയനിസ്റ്റുകളുടെ കയ്യിൽ നിന്നും സംഘികളുടെ കയ്യിൽ നിന്നും ഇയാൾ കാശ് വാങ്ങി ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തപ്പിയിട്ട് കിട്ടുന്നില്ല. കുറേ നേരമായി, സ്പീഡ് കൂട്ടിയതുകൊണ്ട് അറിയാത്തതാണ്. ഒരുപാട് നേരമായിട്ട് തപ്പുന്നുണ്ട്. ഏകദേശം 10 മിനിറ്റിലധികം അയാൾ മൊബൈൽ ഇൻ്റർനെറ്റ് തപ്പാണ്. അങ്ങനെ കുറേ നേരം തപ്പിയിട്ട് അവസാനം തടി തപ്പാൻ വേണ്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് എൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡില്ല, എനിക്ക് തൊണ്ടവേദന ഉണ്ടാകുന്നു, കൂടുതൽ പറയാൻ പറ്റില്ല, പലതും പറഞ്ഞു നോക്കി. പക്ഷെ അവർ വിടണ്ടേ.
അങ്ങനെ ഇയാൾ പറഞ്ഞു ഞാനത് റൂമിൽ പോയിട്ട് തപ്പി നോക്കിയിട്ട് ഓൺലൈനിൽ വരാം, തെളിവായിട്ട് ഓൺലൈനിൽ വരാം എന്നൊക്കെ പറഞ്ഞു നോക്കി. അവരൊരു നിലക്കും വിടില്ല. അവർ പറഞ്ഞു നീ ഓൺലൈനിൽ ഇടുന്നത് അവിടെയും ഇവിടെയൊക്കെ കട്ട് മുറിച്ചിട്ടല്ലേ, ഫുള്ളായിട്ടുള്ള വീഡിയോ ഇടില്ലല്ലോ, അവിടെ ഇവിടെ കട്ട് മുറിച്ചിട്ട് ഒക്കെ പിന്നെ ശരിക്കും ആളുകൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലല്ല നീ ഓൺലൈനിൽ വരിക, അത് വേണ്ട ഇവിടെ വെച്ചിട്ട് എൻ്റെ തെളിവ് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിലക്കും ആർപ്പിക്കുന്നത് കിട്ടണമില്ല. അവസാനം എന്ത് ചെയ്ത് ഇൻ്റർനെറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പറയുന്നുണ്ട് എന്തേ AI ഉപയോഗിച്ചിട്ട് കണ്ടെത്തിക്കൂടെ, ChatGPT നോക്കിക്കൂടെ, ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞിട്ടൊക്കെ ഇസ്ലാമിനെ നിങ്ങൾ പരിഹസിക്കാറില്ലേ, ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നൊക്കെ അവർ പരിഹസിക്കുന്നുണ്ട്. ഇതൊക്കെ ആരിഫ് പലപ്പോഴായിട്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് നേരെ ആർപ്പിക്കുന്നത് തന്നെ തിരിച്ചടിക്കുകയാണ്. Why is he like this? He's like this. Okay, he's gonna now listen to voice notes. So, no, brother, you're gonna be famous tonight in India, inshallah. You're gonna be famous. Can You are literally a joker. you're gonna be famous tonight. No, you're gonna be famous. Don't worry. We will get All the Muslims in India, all the Muslims in India, every time you see this guy, ask him for the ayah, ask him for the verse. Do not leave him alone until he apologizes to all the Muslims of India for causing hatred against them. Because people like him are being paid by the Zionists from Israel to spread hatred against Muslims in India. The BJP and the Zionists work together to hate Muslims and spread hatred against Muslims in India. You, the Indian Muslims, be proud of your faith and don't be intimidated by individuals like this. Always challenge them. Bhagjo, ab bhago. Adnan, why do the Zionists eat Gai Mata? Why do they eat Gai Mata? They don't care. Gau Mata. They eat the cow, which is sacred to BJP. Adnan, what he Why do they just eat said cows? is, Adnan, what he just said There's is, no ayah. There's no ayah, yeah? There's no verse. Why are you running away? There is no verse. Find it. apologize. Find it. I'll wait. I will wait. Adnan, Once this video is out, Wait. Even AI is not helping you. once this Even AI is not helping you. I'm Roman and my internet is down. What's your That's name? the only problem. What's your name? You don't know my name. No, I don't know. What's his name? No problem. What's So, his name? Once I upload He the said video, Arif earlier. you can watch. I told you this Arif. before. Arif. Arif Hussain. All the information and all the evidence will be there online. No, So you're going to cut up the videos, and then you're going to go there. that's what he just said. No. Right here. Right here. Look at you. Your excuse the internet. I'll give you internet. How about that? Your No, we excuse have the internet. I'll give you Here, internet. my phone. My phone. അവസാനം ഇൻ്റർനെറ്റ് ഇല്ലാന്ന്, ഇൻ്റർനെറ്റ് സ്ലോ ആണെന്ന് പറഞ്ഞ് തടി തപ്പാൻ നോക്കുമ്പോൾ അതെല്ലാവരും കൂടിയിട്ടാ എൻ്റെ മൊബൈലുണ്ടെന്ന് പറഞ്ഞിട്ട് നീട്ടി കൊടുക്കുകയാണ്. ഇതിൽ ഇൻ്റർനെറ്റ് ഉണ്ട്, ഇതിലൊരു കുഴപ്പമില്ല, അതിൽ തപ്പെടുത്തോളുന്നുണ്ട്. ആർപ്പിക്കണറിയാം എത്ര മൊബൈൽ വാങ്ങി തപ്പിയാലും സംഗതി കിട്ടൂല. ഞാൻ പറഞ്ഞത് പച്ച നുണ എന്നുള്ള ആർപ്പിക്കണറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി. Nikal, What he bhaiya, just said nikal. is, he's going to cut it, he's going to give an explanation Nahin, of the nahin. video later on. I don't want that one. He's going to give you half an hour. Next time, ex-Muslims self-imposed kafir, do not make challenges you can't keep. He challenged Adnan that he's going to ask this question, and then he has no answer, no evidence. So, इसको बोल रहा हूँ कि मुसलमानों से माफी मांगो. और ये झूठा इंसान जिसने झूठ बोला, इतने इसको असल में इससे पहले इसको ऐसा चैलेंज मिला नहीं. इससे पहले इसको ऐसा चैलेंज मिला नहीं. आज इसने गलती की, स्पीकर्स कॉर्नर लंदन आ गया. ये समझ रहा था मैं यहाँ के अपने झूठ बोलूंगा, मैं बकवास करूंगा और मुझे कोई चैलेंज नहीं करेगा. കണ്ടില്ലേ, ആളുകൾ കൂവി വിടുകയാണ്. അങ്ങനെ ആർപ്പിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ആളുകൾ കൂവുന്നുണ്ട് പരസ്യമായിട്ട്. ഇത്രയും നാണം കെട്ടിട്ടുണ്ടോ ഒരു മലയാളി ലണ്ടനിൽ പോയിട്ട്? ഇത്രയും നാണം കെടാൻ വേണ്ടി ഏതെങ്കിലും ഒരു മലയാളി വിമാനം കയറി ലണ്ടനിൽ പോയിട്ടുണ്ടോ? ഇത് പാകിസ്ഥാനല്ല കേട്ടോ, UK ആണ്. നാളെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരും, ഞാൻ പാകിസ്ഥാനിൽ പോയപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ കാണിച്ചിട്ട് വരും. അത് നുണ പറയാൻ യാതൊരു മടിയില്ലാത്ത ആളാണ്. ഞാൻ നുണ പറയുന്ന ആളാണ് എന്ന് സ്വയം പ്രഖ്യാപിത നുണയനാണ്. അപ്പോൾ നാളെ ഇപ്പം ഇങ്ങനെയായിട്ട് വരും. എന്ത് നുണ പറഞ്ഞാലും അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ ചിലരുണ്ടല്ലോ ആരിഫിൻ്റെ ഫോളോവേഴ്സായിട്ട്. അപ്പോൾ അത്തരക്കാരായ ചില ആളുകളുണ്ടാകുമ്പോൾ ഏത് പച്ച നുണയും എവിടെയും വിളിച്ചു പറയാൻ ഒരു ഉളുപ്പില്ലാത്ത ആളാണ്. ഇമ്മാതിരി പെടല് ഇതുവരെ ലോകത്ത് വേറൊരാൾ പെട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിലും പച്ചക്കള്ളം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ എല്ലാ കാലത്തും കഴിയുമോ? നമ്മൾ കേട്ടിട്ടില്ലേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന്. കുറച്ച് നാൾ ഈ ആർപ്പിക്കിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഇസ്ലാമിനെ അധിക്ഷേപിക്കാനും ഇസ്ലാമിനെ ആക്ഷേപിക്കാനും ഒക്കെ എനിക്ക് സയനിസ്റ്റുകൾ കാശ് തരുന്നുണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ കണ്ടിരുന്നു. അത് ഇവർ തമ്മിലുള്ള ഒരു തർക്കത്തിനിടയിൽ പറഞ്ഞതാണ്. ഇപ്പം ഈ ആരിഫിനെ അനുകൂലിക്കുന്ന കുറേ ആളുകളുണ്ടല്ലോ, ആരിഫ് പറയുന്നതിൽ വസ്തുതയുണ്ട്, ആരിഫിനെ നിങ്ങൾ ആക്രമിക്കുകയാണെന്നൊക്കെ ആരിഫിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന ചില ആളുകളുണ്ടല്ലോ.
അവരെ തലയിൽ ഇടുത്തി വീണ പോലെയാണ് ഞാൻ സയനിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്നുണ്ടെന്നുള്ള വെളിപ്പെടുത്തലുമായിട്ട് ആരിഫ് വന്നത്. ഇനിയിപ്പോൾ അവരെങ്ങനെയാണ് ഈ ആർപിക്കിനെ ന്യായീകരിക്കുക? ഞാൻ നുണ പറയുന്ന ആളാണെന്ന് അയാൾ സ്വയം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോസൊക്കെ ഇതിൽ കാണിക്കാൻ പറ്റില്ല, ഒരുപാട് ലെങ്ത് കൂടും, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അതൊക്കെ പിന്നീട് അവസരത്തിൽ കാണിച്ചു തരാം. മുസ്ലിം പോലും അല്ലാത്ത രാഹുൽ ഈശ്വറിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പോലും ഈ ആർപിക്കിന് പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ചൊക്കെ വിവരമുള്ള ഒരു സാധാരണക്കാരായ മുസ്ലിമിൻ്റെ പിന്നിൽ പിടിച്ചു നിൽക്കാൻ ഇയാൾക്ക് പറ്റുമോ? പറ്റൂല. അതുകൊണ്ടാണ് അടച്ചിട്ട റൂമിൽ കോയാകാളി എന്നുള്ള പേരിലൊക്കെ ഇങ്ങനെ പരിപാടി നടത്തുന്നത്. അതിലാവുമ്പോൾ മറ്റാളെ സംസാരിക്കാൻ അനുവദിക്കാതെ ഇയാൾക്ക് ഇങ്ങനെ നാവിട്ട് അലക്കല്ലോ. അങ്ങാടിയിൽ വന്ന് ചോദിക്കുമ്പോൾ അത് പറ്റൂല, ആളുകളോട് മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ചാനലുള്ള കാലമാണ്, എല്ലാവരും വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിടും. അതുകൊണ്ട് ആളുകളുടെ ഇടയിലേക്ക് വരില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒന്നും വരാതെ നേരെ ലണ്ടനിലോട്ട് പോയത്. ലണ്ടനിലെ മുസ്ലിങ്ങളൊക്കെ ആകുമ്പോൾ ഓല് ഭൗതികമായിട്ട് ജീവിക്കുന്ന ആളുകളല്ലേ, അവർക്ക് അത്ര വിവരമൊന്നും ഉണ്ടാവില്ലല്ലോ. ഇവിടുത്തെ മാതിരി മദ്രസ ഇല്ല, ദഅവ കോളേജുകളൊന്നുമില്ല, പ്രഭാഷണങ്ങളില്ല. അപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾക്കൊന്നും വല്ലാതെ വിവരം ഉണ്ടാവില്ല എന്ന് കരുതി അങ്ങോട്ട് പോയതാണ്. പക്ഷേ ഇവിടുത്തെ വേണ്ടി വലിയ പെടലാണ് അവിടെ പെട്ടത്. ഇത് കാലം വേറെയാണ്. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇസ്ലാം ഇങ്ങനെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ബുദ്ധിജീവികളായ ആളുകളാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്നുണ്ട്. ഇതൊന്നും ആരിഫിനെ അറിയാഞ്ഞിട്ടല്ല കേട്ടോ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ടേ. ഈ മലയാളികളായ കുറച്ച് പൊട്ടന്മാരുണ്ട് ആരിഫിനെ വിശ്വസിക്കുന്ന, അവരൊന്ന് തെറ്റിദ്ധരിപ്പിക്കണ്ടേ. ഈ സംഘികളായ കുറച്ച് ആളുകളൊന്ന് പറഞ്ഞു പറ്റിച്ച് ഇവിടെ തമ്മിലടുപ്പിക്കണ്ടേ. അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ നാണം കെടാൻ വേണ്ടി വിദേശയാത്രകൾ നടത്തുന്ന ഒരാളെ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റില്ലോ. ഇനിയും നാണം കെടാൻ ഈ ആർപിക്കിൻ്റെ ജീവിതം ഇനിയും ബാക്കിയുണ്ടാകുമ്പോൾ നമുക്ക് കാത്തിരിക്കാം അടുത്ത നാണം കെടലിനായിട്ട്. ഇതേപോലെ ഉത്തരം മുട്ടുന്ന അവസരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇനിയും കാത്തിരിക്കാം. തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.